മുഖ്യമന്ത്രിയിലേക്കുമുള്ള VSന്റെ വളർച്ച ആരോഹണ അവരോഹണങ്ങളുടേതാണ്. VS ജയിച്ചാൽ പാർട്ടി തോൽക്കുമെന്നും പാർട്ടി ജയിച്ചാൽ VS തോൽക്കുമെന്നും ഒരു പഴഞ്ചൊല്ല് പോലെ കേട്ടിട്ടുണ്ട് കേരളം. കനലെരിയും സമരപഥങ്ങൾ കയറിയൊരാളിന്നു വരുന്നേ, കരുതലിനൊരു കാവലുപോലെ എരിയും സൂര്യൻ. വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ. കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ നിർണായക ഏടാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ജീവിതം. കാവലുപോലെ എരിയും സൂര്യൻ. കടമകളെ കരളു തുടിപ്പിൻ തുടികൊട്ടി ഉണർത്തി വിടർത്തി, കരുതലിനൊരു കാവലുപോലെ എരിയും സൂര്യൻ. നെറിയുള്ളൊരു നേതാവുണ്ടേ, കനിവുള്ളൊരു കരളതുമുണ്ടേ. കേരളത്തിലെ ആദ്യ തെരഞ്ഞെടുപ്പ് മുതൽ സജീവമായിരുന്നു VS. ഒന്നുകിൽ സ്ഥാനാർത്ഥിയായി, അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ താരപ്രചാരകനായി. പെരുമലയാളം പലകൂട്ടം, പെരുമക്കൂട്ടം പുതുമക്കൂട്ടം. ഒരു നഗരം അനേകപുരങ്ങൾ, നിരനിരയായി നീണ്ടൊരു നാടേ, മതനിരപേക്ഷതയുടെ നാടേ, മലനാടേ മാമലനാടേ. സംഘടനാ രംഗത്ത് പടവുകൾ കീഴടക്കുമ്പോൾ പാർലമെന്ററി രംഗം VSന് കയറ്റിറക്കങ്ങളുടേതു കൂടിയായിരുന്നു. 1965 സ്വന്തം വീടുൾപ്പെടുന്ന അമ്പലപ്പുഴ മണ്ഡലത്തിൽ തോൽവിയോടെയായിരുന്നു കന്നി അംഗം. 2327 വോട്ടുകൾക്ക് കോൺഗ്രസിന്റെ KS കൃഷ്ണക്കുറുപ്പിനോട് അടിപതറി. 2 വർഷങ്ങൾക്കിപ്പുറം കോൺഗ്രസിലെ A അച്യുതനെ 9515 വോട്ടുകൾക്ക് തോൽപ്പിച്ച് VS ആദ്യമായി സഭയിലെത്തി. 70-ൽ RSPയുടെ കുമാരപിള്ളയെ തോൽപ്പിച്ച് സഭയിൽ തുടർന്നു. എന്നാൽ 77-ൽ കുമാരപിള്ളയോട് 5585 വോട്ടിന്റെ തോൽവി അറിഞ്ഞു. തുടർന്ന് പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് ചെറിയൊരിടവേളയെടുത്ത് സംഘടനാ രംഗത്ത് സജീവമായി. അതിവേഗം കനവു കുതിച്ചേ, പുതുമകളുടെ പുത്തിരി കത്തി കുതികൊള്ളുകയാണൊരു നാടേ. 1991-ൽ പാർട്ടിയുടെ ഉറച്ച മണ്ണായ മാരാരിക്കുളത്താണ് VS പിന്നെ അംഗത്തിനിറങ്ങുന്നത്. VS ജയിച്ചെങ്കിലും മുന്നണി തോറ്റു. 96-ൽ മാരാരിക്കുളത്ത് വീണ്ടും പോരിനിറങ്ങിയ VS തോറ്റു. അല്ല, പാർട്ടിയിലെ ഒരു വിഭാഗം തന്നെ തോൽപ്പിച്ചു. കോൺഗ്രസുകാർ പോലും സ്വപ്നം കാണാത്ത അട്ടിമറി വിജയം. 1965 വോട്ടുകൾക്ക് കോൺഗ്രസുകാരനായ PJ ഫ്രാൻസിസിനോട് VS തോറ്റു. CPM രാഷ്ട്രീയത്തിലെ കറുത്ത അധ്യായമായി മാരാരിക്കുളം മാറി. തെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും VS പാർട്ടിയിൽ കരുത്തനായി മാറി. പിന്നിൽ നിന്ന് കുത്തിത്തോൽപ്പിച്ചവരോട് പാർട്ടിക്കകത്ത് VS പകവീട്ടി. പാർട്ടിയുടെ ഉറച്ചുകോട്ടയായിട്ടും മാരാരിക്കുളത്ത് പിന്നെയൊരു പരീക്ഷണത്തിന് VS മുതിർന്നില്ല. മറ്റൊരു ചെങ്കോട്ടയായ മലമ്പുഴയിലേക്ക് ചുവടുമാറ്റം. കോൺഗ്രസിലെ യുവനേതാവ് സതീശൻ പാച്ചേനിയോട് 4000-ലധികം വോട്ടുകളുടെ നിറം മങ്ങിയ വിജയം. പക്ഷേ പിന്നീട് അങ്ങോട്ട് അവസാന മത്സരം വരെയും മികച്ച വിജയം മണ്ഡലം VSന് നൽകി. 2001-ൽ VS ജയിച്ചെങ്കിലും മുന്നണി തോറ്റു. VS വിജയിക്കുമ്പോൾ മുന്നണി തോൽക്കുന്നുവെന്നും മുന്നണി ജയിക്കുമ്പോൾ VS തോൽക്കുകയാണെന്നും തമാശ രൂപേണ കവലകളിൽ ചർച്ചയായി. പക്ഷേ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ VSന്റെ ജീവിതത്തിലെ നിർണായക ഏടിന് അവിടെ തുടക്കമാവുകയായിരുന്നു. കരുതലിനൊരു കാവലുപോലെ എരിയും സൂര്യൻ. കനലെരിയും സമരപഥങ്ങൾ കയറിയൊരാളിന്നു വരുന്നേ, കരുതലിനൊരു കാവലുപോലെ എരിയും സൂര്യൻ. സംഘടനയ്ക്ക് വഴങ്ങാത്ത VSന് 2006-ൽ പാർട്ടി സീറ്റ് നിഷേധിച്ചു. പാർട്ടിക്കാരും നാട്ടുകാരും പ്രതിഷേധവുമായി തെരുവിൽ. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും VSനായി മുദ്രാവാക്യങ്ങൾ മുഴങ്ങി. അവസാനം പാർട്ടി തോറ്റു. മത്സരിച്ച് ജയിച്ച് VS മുഖ്യമന്ത്രി പദത്തിലേക്ക്. കരുതലിനൊരു കാവലുപോലെ എരിയും സൂര്യൻ. കരുതലിനൊരു കാവലുപോലെ എരിയും സൂര്യൻ. കരുതലിനൊരു കാവലുപോലെ എരിയും സൂര്യൻ. 2016-ലും അവസാനം പാർട്ടി VSന് സീറ്റ് നൽകി. പക്ഷേ അപ്പോഴേക്കും പാർട്ടിയിൽ VSന്റെ ശക്തി നന്നേ കുറഞ്ഞിരുന്നു. പ്രായാധിക്യം പറഞ്ഞ് പാർട്ടി VSനെ വിശ്രമത്തിനയച്ചു.
പിണറായി മുഖ്യമന്ത്രി പദത്തിലെത്തുമ്പോൾ മൗനിയായിരുന്നു വി എസ് എന്ന നേതാവല്ലെങ്കിൽ വി എസ് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ ഇതായിരുന്നു മിക്ക തെരഞ്ഞെടുപ്പുകളിലെയും പ്രധാന വിഷയം. പിന്നിൽ നിന്ന് കുത്തിയവർക്ക് പോലും തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വി എസിന്റെ ചിത്രങ്ങളും പ്രസംഗങ്ങളും കൂടിയേ തീരൂ. നീട്ടിക്കുറുക്കിയ നാടൻ ശൈലിയിലുള്ള സംസാരത്തിലൂടെ വി എസ് വേദികൾ കീഴടക്കി. വി എസിനെ കേൾക്കാൻ ആയിരങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒഴുകിയെത്തി. വി എസിന്റെ നോട്ടവും ചിരിയും മൗനവും വരെ തെരഞ്ഞെടുപ്പ് വേളകളിൽ ചൂടുള്ള വാർത്തകളായി. പാർട്ടിയെ ഒരു കാലത്ത് കൈപ്പിടിയിലൊതുക്കിയ വി എസ് പിന്നീട് ഒറ്റയാനായെങ്കിലും കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം അത് വി എസിന്റെ കൂടി ചരിത്രമാണ്. നിരനിരയായി നീണ്ടൊരു നാടേ, മതനിരപേക്ഷതയുടെ നാടേ, മലനാടേ മാമലനാടേ, കാണക്കാടേ വളരുന്നേ മലനാടേ മാമലനാടേ, നെറിവുള്ളൊരു നേതാവുണ്ടേ പകലിൻ സൂര്യൻ. അൻപുകൊണ്ടും സമരമൻപുകൊണ്ടും പതറാത്ത മനസ്സിലെ കനലുകൊണ്ടും നമ്മളൊന്നിച്ചാൽ നിലയ്ക്കാത്ത നിർത്താത്ത വർഗീയ ഭരണങ്ങളില്ല തന്നെ. നോക്കുദൂരെ ഏറെ ദൂരെയല്ലാത്തൊരു വഴിവിളക്കിന്നരുണ ശോഭ കാണാം. ഇരുളു നീങ്ങും ഭയമതകലെ മാറും ഇവിടെ വർഗസമരത്തിന്റെ ജ്വാല പടരും എന്ന് പറഞ്ഞ് ഭയപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് വിലപ്പോകില്ലെന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്.